ആ കൂട്ടുകാരെ നമസ്കാരമുണ്ട്. ജിബിനാണ്. ഇതാണ് തൽവാണ്ടിയിൽ, അതായത് ഭട്ടിൻഡയിലെ തൽവാണ്ടിയിലെ ഗുരുദ്വാര. ഫേമസ് ആണ് പഞ്ചാബിലെ. നമ്മുടെ അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബികളുടെ ഏറ്റവും വലിയൊരു ഗുരുദ്വാരയാണിത്. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഗുരുദ്വാരയിൽ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തലയിൽ എപ്പോഴും ഒരു കെട്ട്, അത് നിർബന്ധമാണ്. അതില്ലാതെ കയറാൻ കഴിയില്ല. പിന്നെ ഗുരുദ്വാരകളുടെ ഒരു പ്രത്യേകത, നമുക്ക് കണ്ടാൽ കാണുന്ന ഹോസ്റ്റലുകളാണ്. നമുക്കിവിടെ അക്കോമഡേഷനൊക്കെ അവർ തരും. അതേപോലെ തന്നെ ഇവിടുന്ന് ഭക്ഷണം ഫ്രീ ആണ്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സേവ ചെയ്ത് കൊടുത്താൽ മതി. അതായത് എന്തെങ്കിലും ഒരു ഇവരെ സഹായിക്കുക. ഈവൻ ഷൂ വരെ പോളിഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പോയിട്ടുള്ളതാണ്. ഏതൊരു ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്ന പോലെ തന്നെയും ഇതിൻ്റെ ചുറ്റുമായി ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ ആദ്യം ഒരു വിൻഡോ ഷോപ്പിംഗ്. ഞാനൊന്നും മേടിക്കാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. മേ ബി ചിലപ്പോൾ ഞാൻ അവിടുന്ന് ഒരു കത്തിയോ തലവാറോ ഒരെണ്ണം മേടിക്കണം എന്നുണ്ട്, ഫാൻസി പോലത്തെ. അപ്പോൾ അതൊരെണ്ണം മേടിച്ചിട്ട് വരാം എന്നുള്ളൊരു പ്ലാനുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് കണ്ട് ഈ ലഹങ്കറിൻ്റെ ഇവിടെ ഇരുന്ന് ലഹങ്കറൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു ഏരിയയാണ്. കൈ വാഷ് ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ പറ്റാവുന്ന ഏരിയയാണ്. ഇതിനകത്താണ് ചെരുപ്പെല്ലാം സൂക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഒന്നും ഇംഗ്ലീഷിലും ഇല്ല, ഒന്നും ഹിന്ദിയിലും ഇല്ല. എല്ലാം പഞ്ചാബിയിൽ എഴുതിയിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യം ഒബ്വിയസ്ലി നമ്മളിപ്പോൾ പഞ്ചാബിലാണ്. അപ്പോൾ പഞ്ചാബിലാകുമ്പോൾ പിന്നെ പഞ്ചാബി തന്നെ. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോണ പോലെ വേറെ ഒരു നോക്കി എന്താ ഭംഗി. വായ്ഗുരു ആണ് ഇവിടുത്തെ മെയിൻ തോന്നുന്നുണ്ട്. വായ്ഗുരുജിക്ക് ഖാൽസ വായ്ഗുരുജിക്ക് ഫത്തേ എന്നാണ് പറയല്ലേ. പോവാം. നോക്കിയാൽ ഒരു അടുത്ത് കിടക്കുന്ന ഒരു ഷാനിനെ നോക്ക്, എന്ത് ഉഷാറാവാൻ. കയറി നോക്കാം എന്തായാലും. ഇവിടെ ഒരു പ്രത്യേകത, ബാക്കി എല്ലാ ആരാധനാലയങ്ങളും ഉള്ള പോലെ തന്നെ നമുക്ക് ഒരു കാരണവശാലും ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാലിൽ ചെരുപ്പ് ഇടാതെ തന്നെ കയറിപ്പോകണം. തലയിൽ കെട്ടാതെ പോകാനും കഴിയില്ല. അപ്പോൾ തലയിലുള്ള കെട്ടുകളൊക്കെ ഇപ്പോൾ ഏത് ഗുരുദ്വാരയിൽ ചെന്നാലും ഒരെണ്ണമൊക്കെ കിട്ടും. അപ്പോൾ അതൊരെണ്ണം എടുക്കുക, തലയിൽ ചുറ്റാം. അങ്ങനെ നമ്മളിപ്പം തൽവാണ്ടിയിലുള്ള ഈ ഗുരുദ്വാരയുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഗുരുദ്വാരയുടെ ഉള്ളിൽ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ തലയിലൊക്കെ കെട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നേരെ ഗുരുദ്വാരയിലേക്ക് കണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാം. ലഹങ്കറൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ട് തിരിച്ചു വരാം. ഓക്കെ. ഈ ഗുരുദ്വാരയിൽ കയറുന്നതിന് മുന്നേ കാലൊന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ ചില്ലായിട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ പോലും നമ്മൾ കാല് നനയ്ക്കാതെ കയറുന്നില്ല. കാല് നനച്ച് തന്നെ കയറണം. ഓക്കെ. എന്താ തണുപ്പ്. അങ്ങനെ നമ്മൾ ഗുരുദ്വാരയുടെ ഉള്ളിലേക്ക് കാല് നനച്ച് കയറി. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തണുപ്പാണ്. കാരണം ഈ സമയം ഇങ്ങനത്തെ അല്ലേ. അത് മാത്രമല്ല മാർബിളും കൂടിയാണ്. രക്ഷയില്ല തണുപ്പ്. നമ്മൾ ഈ ഗോൾഡൻ ടെമ്പിളിലൊക്കെ പോകുമ്പോൾ നടക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു സുഖമായി. കാരണം ആ ചുവന്ന പരവതാനിയിൽ ചവിട്ടുമ്പോൾ അവിടെയായിട്ട് ലഹങ്കർ കൊടുക്കുന്നുണ്ട് ഭക്ഷണം. നമുക്കപ്പോൾ ദുപ്പേറിലെ ഭക്ഷണം വന്നിട്ട് ഇവിടുന്ന് കഴിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ഇനി ഇവിടുത്തെ വായുഗുരു ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വായുഗുരുവിനെയൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെ സ്വീറ്റായിട്ടുള്ള ലഹങ്കര കൊടുക്കുന്നത് അതിൻ്റെ ഉടമകളാണ്. അവിടെ നിന്നിട്ട് ഡമ്പുരൊക്കെ വായിക്കുന്നത്. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ട് ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ കയറുന്നില്ല, അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പുറത്തേക്ക് വന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണാവോ. अंदर भाई साहब
ये अंदर वीडियो बना सकते हैं? അറിയില്ല എന്നാ പറയുന്നത്. എന്തായാലും ഒന്ന് പോയി നോക്കാം ബാക്കി എങ്ങനെയാണെന്നുള്ളത്. अंदर वीडियो बना सकता है? पता नहीं, फिर भी किसे पूछेगा. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആയുധങ്ങളും അവരുടെ മതചിഹ്നങ്ങളൊക്കെയാണത് ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ മറ്റേ കളരി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആയുധങ്ങളെല്ലാം. നമുക്ക് അവിടുത്തെ സിഖ് പുരോഹിതരെ കാണാൻ കഴിയും. നീല ഡ്രസ്സിൽ വാളുമായിട്ട് ഇവിടെ എവിടെയും ചുറ്റി നടക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു കുളമൊക്കെ കാണേണ്ടതാണ്. സാധാരണ അമൃത്സറിലൊക്കെ ഒരു കുളം ഉണ്ടാവുമായിരുന്നു. എവിടെയെങ്കിലും കാണുമായിരിക്കും, ഒരു തലാബ് എവിടെയെങ്കിലും കാണുമായിരിക്കും. കോമ്പൗണ്ടിലെ ഇവരുടെ കുറേ ബിൽഡിങ്ങുകൾ തന്നെ. നമുക്ക് മെയിൻ ആയിട്ട് കാണേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. പഞ്ചാബിലാണ് ഈ മരത്തിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ബറ്റിണ്ട വരുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഗുരുദ്വാരയാണിത്. തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് കാണണം. നമുക്ക് കുറച്ചുകൂടെ ചുറ്റിത്തിരിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, നമ്മളൊരു കിണറിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇത് കിണറല്ല, കാരണം ഇവിടെ നിന്ന് വേറെ പുറത്തേക്ക് പാസേജ് കാണാനുണ്ട്. അപ്പോൾ ഇതിൽ കുളിക്കുന്ന ഏതെങ്കിലും ഒരു ടാങ്ക് പോലെയാണെന്ന് തോന്നുന്നുണ്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ട് പോകാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ കുളിക്കാനായിട്ടുള്ള സെറ്റപ്പ് അവിടെ കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം. ആ ഡോമിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങി നമുക്ക് നോക്കിയിട്ട് വരാം. ട്രെയിലൊക്കെ എന്ത് തണുപ്പാണെന്നറിയോ? ഒന്നാമത് ഈ ടൈം ഇങ്ങനത്തെ അവിടുത്തെ. അത് ശരിയാ, കുളിക്കുന്ന ഭാഗമാണത്. അതിൻ്റെ അടിയിൽ കുളം പോലെയാന്ന് തോന്നുന്നു. അതെ അതെ, കുളിക്കാനുള്ള സ്ഥലമാണ്. നമ്മുടെ അമൃത്സറിലൊക്കെ കാണുന്ന അതേ ഒരു സെറ്റപ്പ്. പോയിട്ട് വരാം. എന്തായാലും ചെങ്കല്ല് പണിതൊരു ഡോം കൂടെ അവിടെ കാണാനുണ്ട്. അതൊന്ന് പോയി കണ്ടിട്ട് വരാം. ഈ കുളത്തിൽ പക്ഷെ വെള്ളത്ര എനിക്ക് തോന്നുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ കുളത്തിൽ ഇവിടെ കുറച്ച് ആൾക്കാർ എഴുതി പഠിക്കുന്ന പോലെ. ഇതെന്താണെന്ന് അറിയില്ല, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണത്. ഇത് കഴിഞ്ഞിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. എഴുതി പഠിക്കാനുള്ള എന്തോ സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടോ. അതെന്താന്ന് ചോദിക്കണം, അതനുസരിച്ച് മനസ്സിലാക്കണം. भाई साहब ये क्यों लिख रहा है? पढ़ाई में कमजोर है जो. अच्छा, हाँ हाँ, वो आगे बढ़ने के लिए. ठीक है ठीक है ठीक है. ഇവിടെ വന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ബെറ്റർ ആവാൻ കഴിയുന്നതാണ് ഇവർ പറയപ്പെടുന്നത്. ഞാനൊന്ന് എഴുതാൻ പോവാം എന്തായാലും. യൂട്യൂബ് ചാനലാണ് സീനൗട്ടോ ഫന പറ പദ ആനയോ. ഈ ഗുരുദ്വാരൻ അറിയപ്പെടുന്നത്, തൽവാണ്ടിയിൽ ഈ ഗുരുദ്വാരൻ അറിയപ്പെടുന്നത് ദംദം സാഹിബ് ഗുരുദ്വാര എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗുരു ഗോവിന്ദ് വന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ബെൽറ്റ് അഴിച്ചു വെച്ചതാണ് പറയപ്പെടുന്നത്.
അപ്പം ഈ ഗുരുദ്വാര അത്രയും ഫേമസ് ആണ്. ലൈക്ക് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഗുരുദ്വാരയാണ് പഞ്ചാബികൾക്ക് ഇത്. ാണ് ഇനി തിരിച്ചു പോയിട്ട് ഇതിൻ്റെ അടുത്തുള്ള കടകളിലെല്ലാം കയറി കുറച്ച് പർച്ചേസും കാര്യങ്ങളെല്ലാം നടത്താം. ഞാൻ എൻ്റെ പിന്നെ ഈ എടുത്ത റുമാലവിടെ വയ്ക്കാൻ മറന്നുപോയി. നമുക്കതുകൂടെ ഞാനതവിടെ ഇതിനകത്താണ് നമ്മളെടുത്തത്. കാശ് കൊടുത്ത് മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോവാം. നമ്മളിവിടെ ബട്ടിൻഡേയിലേ ക്രിസ്മസിൻ്റെ ഒരു സെലിബ്രേഷൻ കാണുന്നു. ബൈബിളാണ് തോന്നുന്നത്. ഇവരത് വെച്ചൊരു യാത്ര. അപ്പോൾ ബട്ടിൻഡ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് നമുക്കൊരു ക്രിസ്മസ് സെലിബ്രേഷനും ആഘോഷിക്കാൻ പറ്റി. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പഞ്ചാബ് ബട്ടിൻഡയോട് വിട പറഞ്ഞിട്ട് ഇനി നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. മേ ബി ഡൽഹിയിൽ നിന്ന് നമ്മൾ കാശ്മീർ പോകാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. ദൈവം സഹായിച്ച് കാശ്മീർ പോകാൻ പറ്റട്ടെ. കാശ്മീരിലെ വീഡിയോയുമായിട്ട് ഇനി അടുത്ത ഇതിൽ കാണാം. ഓക്കെ, ബൈ.